നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. കർക്കിടക മാസമായി. കർക്കിടക മാസത്തിലെ കർത്താവ് കഴിഞ്ഞു. കർക്കിടക മാസം എല്ലാം കഴിഞ്ഞ് ചിങ്ങമാസം തുടങ്ങാൻ പോവുകയാണ്. മലയാള വർഷത്തിലെ 1200 ആണ്ട് എന്ന് പറയുന്ന വർഷം തുടങ്ങാൻ പോവുകയാണ്. ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെ നമ്മുടെ വിശ്വാസികളുടെ ഇടയ്ക്ക്, ഈശ്വര വിശ്വാസികളുടെ ഇടയ്ക്ക് പുതുവർഷം തുടങ്ങുകയാണ്. നമ്മുടെ പുതുവർഷത്തിൻ്റെ തുടക്കമാണ് ചിങ്ങമാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ ഈ വർഷവും ഒരുപാട് ഗ്രഹങ്ങളുടെ പകർച്ചകളുണ്ട്. വ്യാഴത്തിൻ്റെ പകർച്ച, ശനിയുടെ പകർച്ച, രാഹുകേതുക്കളുടെ അങ്ങനെ പ്രധാനപ്പെട്ട കുറേ പകർച്ചകൾ വരുന്നുണ്ട്. പൊതുവെ ഈ 1200 ആണ്ട് ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെയുള്ള ഫലാദികളെക്കുറിച്ച് നമുക്കൊന്ന് സംവദിക്കാം. പൊതുവെ ഈ വർഷം കർക്കിടക മാസം 32-ാം തീയതി രാത്രി ഏകദേശം ഒരു 7 മണി 7:44 ആകുമ്പോഴാണ് ചിങ്ങസംക്രമം എന്ന് പറയുന്നത്. ചിങ്ങമാസത്തിലെ സംക്രമം വരണേ, ചിങ്ങത്തിൻ്റെ രാശിയുടെ സംക്രമം വരണേ. പൊതുവെ ഈ വർഷം എന്താ പറയണേ, കാർഷിക വൃത്തി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു വർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും സാമ്പത്തികമായി നിൽക്കുന്ന ഉയർച്ചകൾ ഉണ്ടാകാൻ പറ്റിയ വർഷങ്ങളാണ്. സാമ്പത്തിക ഉയർച്ചയൊക്കെ ഉണ്ടാവാം. എന്നാൽ സാംക്രമിക രോഗങ്ങളും ദുർമരണാദികളും അപകടങ്ങളും പരസ്പര കലഹങ്ങളും വഴക്കുകളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ അത് ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഉൾപ്പെടെയാണ് പറയണത്. അത്ര പ്രതികൂലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വളർച്ചാ നിരക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്വയം ഓരോ വ്യക്തികളാണ്. രാജ്യത്തിൻ്റെ വളർച്ച മാത്രമല്ല, അതുണ്ട്. വ്യക്തികളിലും ചില വളർച്ചകളും നല്ല കാര്യങ്ങളും സമങ്കലങ്ങളും സന്തോഷങ്ങളും ഒക്കെ നടക്കാൻ പറ്റിയൊരു കാലഘട്ടവുമാണ് പൊതുവെ നമുക്ക് പറയാം. പൊതുവെ ഈ വർഷത്തെ വ്യാഴം ഏകദേശം മെയ് മാസം 14-ാം തീയതി കൂടി അടുത്ത മെയ് 14-ാം തീയതി വ്യാഴത്തിൻ്റെ പകർച്ചയാണ്. അതുപോലെ ശനിയാണ്, 7:30 ശനി, കണ്ടകശനി. ചിലർക്ക് തീരും, ചിലർക്ക് കണ്ടകശനി തുടങ്ങും, ചിലർക്ക് 7:30 ശനിയൊക്കെ തുടങ്ങും. അത് ഏകദേശം മാർച്ച് 29-ാം തീയതി കൂടി ശനിയുടെ പകർച്ചയാണ്. അതുപോലെ രാഹുകേതുക്കളുടെയൊക്കെ പകർച്ച. ശനി 2.5 വർഷം കൂടുമ്പോഴാണ്, വ്യാഴം 1 വർഷം കൂടുമ്പോഴാണ്. രാഹുകേതുക്കളും ഏകദേശം 1 വർഷത്തേക്കാണ് അതിൻ്റെ ഫലം പറയുന്നത്. ഇടവ മാസത്തിലെ 4-ാം തീയതിയോട് കൂടിയാണ് രാഹുകേതുക്കളുടെ പകർച്ച വരണത്. അപ്പം അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുണ്ട്. ചിലർക്ക് നല്ല മാറ്റങ്ങളും ചിലർക്ക് ചില അരിഷ്ടതകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഓരോ കൂറുകാരുടെയും അവസ്ഥയും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏറ്റവും ആദ്യം മേടക്കൂറാണ്. മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികക്കാലും കൂടുന്നതാണ്. ഈ കൂറുകാരുടെ നിലവിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് അവരുടെ 12 രാഹുവും 6 കേതുവും 11-ാമിടത്ത് ശനിയും 2 വ്യാഴവുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പൊതുവെ അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാവുന്ന അനുകൂലമായ, അത്ര ദോഷം എന്ന് പറയാൻ പറ്റുന്നൊരു സമയമല്ല. 2 വ്യാഴം സാമ്പത്തികപരമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക്, പുതിയ പുതിയ ബിസിനസ്സുകൾ ചെയ്യാൻ, ബിസിനസ്സിൽ നിന്ന് തൊഴിൽപരമായ മാർഗ്ഗങ്ങളുണ്ടാവുക, തൊഴിൽ ഉന്നതി ഉണ്ടാകാനൊക്കെ പറ്റിയ സമയങ്ങളാണ്. അപ്പോൾ തൊഴിൽപരമായ പുരോഗതിയും കാര്യങ്ങളും ഒക്കെ നന്നാകാനുള്ള ഒരു സമയം എന്നൊക്കെ വേണേൽ പറയാവുന്നതാണ്. ശരിക്ക് അടുത്ത 2025 മെയ് മാസം 14, 2025 മെയ് മാസം 14-ാം തീയതിയുടെ വ്യാഴം 2-ൽ നിന്ന് അവർക്ക് 3-ലേക്ക് മാറുകയാണ്. അതായത് സമയമുണ്ട്. മെയ് മാസം 14-ാം തീയതി മേടരാശിക്കാർക്ക് 2-ലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. അത് അവർക്ക് 3-ലേക്ക് പോവുകയാണ്. ആ 2025 മെയ് മാസം 14-ന് ശേഷം സാമ്പത്തിക രംഗത്തും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെറിയ ദുരിതങ്ങൾ വരാനുള്ളതും സങ്കടങ്ങൾ വരാനുള്ള ചെറിയ അസ്വസ്ഥതയുണ്ട്. പക്ഷെ അതുവരെയുള്ള കാലങ്ങൾ, മെയ് മാസം വരെയുള്ള കാലങ്ങളിൽ നല്ല വിഷ്ണു ഭജനങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈശ്വരാധീനത്തോടു കൂടി തടസ്സങ്ങളുണ്ടാവുമെങ്കിലും എല്ലാം ഒരു പരിധി വരെ എത്തിച്ചേരാൻ പറ്റിയ കാലഘട്ടമാണ്. അത് ആരോഗ്യരംഗത്തായാലും ശാരീരികമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും വിവാഹാദി കാര്യങ്ങളിലാണെങ്കിലും സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുന്നതിനായാലും വീടുകൾ വാങ്ങുന്നതിനൊക്കെ
നല്ല സമയമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കാര്യം 12 രാഹു നിൽപ്പുണ്ടെങ്കിലും അതിൻ്റേതായി നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ വേണേൽ വരാം. ഈ മേടക്കൂറുകാരുടെ തന്നെ മാർച്ച് മാസം 29-ാം തീയതി കഴിയുമ്പോൾ ഈ ശനി കുംഭത്തിൽ നിൽക്കുന്ന ശനി മീനത്തിലേക്ക് വരികയാണ്. മാർച്ച് മാസം 29-ാം തീയതി തൊട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ മീനമാസം 15-ാം തീയതി തൊട്ട് അവർക്ക് 7.5 ശനി തുടങ്ങുകയാണ്. 7.5 വർഷത്തേക്ക് 7.5 ശനിക്കാലാണ്. അപ്പോൾ ആ സമയത്ത് ഭയപ്പെടാനൊന്നുമില്ല. എങ്കിലും ശനിയാഴ്ചകളിൽ അയ്യപ്പന് എള്ളുതിരി കത്തിക്കുക, ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥന, അതുപോലെ തന്നെ മഹാദേവന് പക്കപ്പിറന്നാൾ തോളും ധാരകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാഹുകേതുക്കളുടെ പിന്നെ അവരുടെ 12-ൽ നിന്ന് 11-ലേക്ക് പോവുകയാണ്. അത്രയ്ക്ക് ദോഷം പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 2 ഡേറ്റിന് ശേഷം മാത്രമാണ് അവർക്കൊരു ശ്രദ്ധിക്കേണ്ട വിഷയമുള്ളൂ. കാരണം ഈ ശനിയുടെ പകർച്ച മാർച്ച് 29-ാം തീയതി എന്ന് പറയുന്നത് അവർക്കൊരു 7.5 ശനി തുടങ്ങുകയാണ്. കാരണം അത് 7.5 വർഷക്കാലമാണ്. ആരോഗ്യരംഗമൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വഴിപാടുകൾ കഴിച്ചാൽ മതി. വഴിപാടുകൾ കഴിച്ച് അയ്യപ്പനെ പ്രാർത്ഥിക്കുക, ഹനുമാനെ തൊഴുക, ഹനുമാൻ ചാലീസ് തൊഴുക, ചാലീസ് ചൊല്ലുക, ഗണപതിക്ക് കറുകമാല കഴിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വ്യത്യാസങ്ങൾ വരും. മേടക്കൂറുകാരുടെ വ്യാഴത്തിൻ്റെ പകർച്ച എന്ന് പറഞ്ഞാൽ അടുത്ത മേടമാസത്തിൽ ആണ്, ഈ മെയ് മാസം 14-ാം തീയതിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമാണ് 2-ലെ വ്യാഴം 3-ലേക്ക് വരുന്നുള്ളൂ. പൊതുവെ അപ്പോൾ ഈ വർഷം ഒരനുകൂലാവസ്ഥ തന്നെയാണ്. വിഷ്ണു ക്ഷേത്ര ഭജനം, പിന്നെ ശനിയുടെ പകർച്ച കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് അയ്യപ്പന് എള്ളുതിരിയൊക്കെ കത്തിച്ചൊന്ന് പോയാൽ മതി. ശനി പകർച്ചയാകുമ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചോളാം. പൊതുവെ അനുകൂലമാണ് മേടക്കൂറുകാരുടെ അവസ്ഥ. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന ഇടവക്കൂറ്. ഇടവക്കൂറിന് നിലവിൽ ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. 5-ൽ കേതുവാണ്, 11-ാമിടത്ത് രാഹുവാണ്, കണ്ടകശനിയും കൂടിയാണ്. അപ്പോൾ വ്യാഴം ലഗ്നത്തിൽ അത്ര പ്രതികൂലാവസ്ഥയല്ല, അത്ര അനുകൂലാവസ്ഥയല്ല, അങ്ങ് കുഴപ്പമില്ലാതെ പോകുന്നത്. എന്ന് വെച്ചാൽ 12-ാം ഭാവത്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ വ്യാഴം. അത് ലഗ്നത്തിൽ വന്നു. അത് ഞാൻ വ്യാഴപ്പകർച്ചയുടെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും കഴിഞ്ഞ വ്യാഴം പകരുന്നതിന് മുമ്പ് 12-ാമിടത്ത് നിന്നതിനേക്കാൾ ഭേദമാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ഗുണത്തെ പ്രദാനം ചെയ്യുന്നതല്ല, എങ്കിലും അനുകൂലമായൊരു സമയം. അത് വലിയ ദുരിതങ്ങളില്ലാത്ത സമയമാണ് ലഗ്നത്തിൽ. അധികം സങ്കടങ്ങളോ ദുരിതങ്ങളോ ഒന്നും പറയാനില്ല. പക്ഷെ കണ്ടകശനി എന്ന് പറയുന്നത് ദുരിതം തന്നെയാണ്. 10-ലെ ശനി കണ്ടകശനിയാണ്. പക്ഷെ ശനി സ്വക്ഷേത്ര ബലവാനാണ്. അതിൻ്റെയൊക്കെ ഒരു ഗുണം കൊണ്ട് അധികം ദോഷങ്ങൾ വരുന്നില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ അസുഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. എങ്കിലും കുറേ നമ്മൾ ശരിക്ക് നന്നായിട്ട് 1 മീറ്റർ ഓടേണ്ടതിന് 1 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടന്നു പോകുന്നൊരവസ്ഥാവിശേഷമുണ്ട്. ശാരീരികമായ ചെറിയ ചെറിയ അരിഷ്ടതകൾ, അനാവശ്യ അസുഖങ്ങൾ, സാമ്പത്തികപരമായ നാശം, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചിലപ്പോൾ വരാം. അവർക്ക് ഈ പറയുന്നത് പോലെ വ്യാഴത്തിൻ്റെ പകർച്ച ഈ മെയ് മാസം 14-ാം തീയതി, മേടമാസം 31-നാണ് അവരുടെ വ്യാഴപ്പകർച്ച വരണത്. ഈ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം വരുന്ന ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ വ്യാഴം 2-ലേക്ക് വരുവാണ്. അതവർക്ക് വളരെ ഗംഭീരമായി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. സാമ്പത്തികപരമായ ഉയർച്ചയും തൊഴിൽപരമായ ഉയർച്ചയും, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല സമ്പത്ത്, ഐശ്വര്യം, സന്തതി പരമ്പരയുടെ കാര്യങ്ങൾ, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല സമയമാണ് അവർക്ക്. അതുപോലെ തന്നെ ഈ ശനി മാർച്ച് മാസം 29-ന് മീനമാസത്തിൽ ശനിയുടെ പകർച്ചയാണ്. അപ്പോൾ ശനിയുടെ പകർച്ച എന്ന് പറയുന്നത് കഴിയുമ്പോൾ ഈ കണ്ടകശനി എന്ന് പറഞ്ഞ സാധനം കൂടും. അതും ഈ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ടകശനി തീരുകയാണ്. അപ്പോൾ അതും അവർക്കൊരാശ്വാസമാണ്. അപ്പോൾ പൊതുവെ ഈ വർഷം ഒരു മധ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശരിക്കും പറഞ്ഞാൽ മധ്യം മീനമാസം മേടമാസം തൊട്ട്, മീനമാസത്തിലെ ശനി പകർച്ചയും മേടമാസത്തിൽ വ്യാഴപ്പകർച്ചയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇടവക്കൂറുകാർക്ക് വളരെ വളരെ അനുകൂലമാകും. കാരണം അത് 2 കണ്ടകശനിയുടെ തീരുന്നു, 2-ലേക്ക് വ്യാഴം വന്നു, രണ്ടും നല്ല ഫലമാണ്. പക്ഷേ അവർക്ക് ഈ പറയണ പോലെ ഇടവമാസം 4-ാം തീയതി മെയ് 18-ാം തീയതിയോടുകൂടി രാഹുകേതുക്കൾ 10-ലേക്ക് രാഹുവും 4-ലേക്ക് കേതുവും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് അതിനുശേഷം രാഹുവിൻ്റെയും കേതുവിൻ്റെയും പകർച്ച കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ സർപ്പത്തിന് വഴിപാട്, ശിവന് മഹാദേവന് വഴിപാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. പൊതുവെ ഇപ്പോഴത്തെ ഒരവസ്ഥ ദോഷം എന്ന് പറയാനില്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ്. കൂടുതൽ വൈഷ്ണവഭജനം നന്നായിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി അഭിവൃദ്ധിക്ക് സാധ്യതയുള്ള സമയങ്ങളാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുക, ഗണപതിക്ക് കറുകമാല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കണ്ടകശനിയുടെ ദുരിതങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക, നമഃശിവായ ജപം ധാരാളം ചെയ്യുക.
അയ്യപ്പനെ പ്രാർത്ഥിക്കുക, ശബരിമലയ്ക്ക് പോവുക, ഇതൊക്കെ ചെയ്യുന്നത് ഇടവക്കൂറുകാർക്ക് പൊതുവെ നല്ലത് തന്നെയാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുണർദവും കൂടുന്ന മിഥുനക്കൂറ്. മിഥുനക്കൂറുകാരൻ്റെ നിലവിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ നാൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ 12ാം ഭാവത്ത് വ്യാഴം നിൽക്കുന്നു, 4ൽ രാഹുവും 10ൽ കേതുവും, 4ൽ കേതുവും 10ൽ രാഹുവും നിൽക്കുന്നു. 4ാമിടത്ത് കേതുവും 10ൽ രാഹുവും 9ൽ ശനിയൊക്കെ നിൽക്കുന്ന സമയമാണ്. ശരിക്ക് 12ാമിടത്ത് വ്യാഴം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അതിവ്യയം എന്ന് പറയാവുന്ന നല്ല വ്യയമുള്ള കാലഘട്ടം. എത്ര കിട്ടിയാലും അതിൻ്റെ സാമ്പത്തികാവസ്ഥ നന്നായിട്ട് ചിലവായി പോകുന്നൊരവസ്ഥാവിശേഷം അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അത്യാവശ്യം നന്നായി ചിലവുള്ളൊരു കാലഘട്ടം എന്ന് പറയാവുന്നതാണ് ഈ നിലവിലുള്ള അവസ്ഥ. മാർച്ച് മാസം 29ാം തീയതി തൊട്ട് അവർക്ക് 2.5 വർഷത്തേക്ക് കണ്ടകശനി തുടങ്ങും. മാർച്ച് മാസം 29ാം തീയതി തൊട്ട്. അതുപോലെ തന്നെ മെയ് മാസം 14ാം തീയതി തൊട്ട് 12ാമിടത്ത് നിൽക്കുന്ന വ്യാഴം അവർക്ക് ലഗ്നത്തിലേക്ക് വരും. ഈ 12ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിലേക്ക് വരുമ്പോൾ 12ാമിടത്ത് നിൽക്കണേക്കാൾ കുറച്ചുകൂടെ ആശ്വാസം കിട്ടും, കുറച്ച് ആശ്വാസങ്ങൾ കിട്ടുന്ന സമയമാണ്. അതുപോലെ ഈ 10ൽ നിൽക്കുന്ന രാഹുവും 4ൽ നിൽക്കുന്ന കേതുവും എന്ന് പറയുന്നത് ഇടവമാസം 4ാം തീയതിയിലൂടി മെയ് 18ാം തീയതിയിലൂടി അവ 9ലേക്കും 3ലേക്കും മാറുകയാണ്. അപ്പോൾ അതും ഒരാശ്വാസമാണ്. പക്ഷേ കണ്ടകശനി ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വ്യാഴപ്പകർച്ച കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ആശ്വാസമൊക്കെ വരുന്ന കാലഘട്ടമാണ്. എങ്കിലും ഈ അടുത്ത മെയ് മാസം 14ാം തീയതി വ്യാഴം പകരുന്ന വരെയുള്ള കാലഘട്ടങ്ങളിൽ മുൻ പറഞ്ഞ പോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭജനങ്ങളും ശനി ഞായർ ശിവൻ്റെ അമ്പലത്തിലും മഹാദേവൻ്റെ അമ്പലത്തിലും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ ദോഷം മാറാൻ മാസത്തിലൊരിക്കലും ഗണപതി ഹോമമൊക്കെ കഴിച്ചു പോവുക. ഗണപതിക്ക് കറുകമാലയോ നാരങ്ങാമാലയോ ഒക്കെ ചെയ്യുക. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, നീലാഞ്ചനം കഴിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഗംഭീരമാണ്. കാരണം മിഥുനക്കൂറുകാർക്ക് പിന്നെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സൂക്ഷിച്ച് ചെയ്യുക. പൈസ കൂടുതലായിട്ട് വ്യയം വരും സാധ്യതയുണ്ട്. വീട് പണിയൊക്കെ ഉണ്ടെങ്കിൽ ഗൃഹനിർമ്മാണമൊക്കെ ചെയ്ത അനാവശ്യ പൈസകൾ പോകും. നമ്മൾ കയ്യിലിരിക്കാത്തൊരവസ്ഥയൊക്കെ വരും. അതിന് ഏറ്റവും നല്ല ശ്രീകൃഷ്ണ ഭജനം തന്നെയാണ്, ഗുരുവായൂരപ്പ ഭജനം തന്നെയാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചു പോകുന്നതാണ് കുറച്ചുകൂടെ ക്ഷേമമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം മിഥുനക്കൂറുകാർക്ക്. അടുത്തത് പുണർദത്തിൻ്റെ അവസാന ഭാവവും പൂയവും ആയില്യവും വരുന്ന കർക്കിടകക്കൂറ് എന്നുണ്ട്. കർക്കിടകക്കൂറൊക്കെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമാണ്. കാരണം പറഞ്ഞാൽ അവർക്ക് 11ാമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ ലാഭങ്ങളും എല്ലാ പുണ്യങ്ങളും എല്ലാ നന്മയും എല്ലാ ഐശ്വര്യവും ലഭിക്കാൻ പറ്റിയ വർഷമാണ് ഈ കർക്കിടക മാസം. പുതിയ ജോലി ഉണ്ടാവുക, സമ്പത്തുണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, നന്മയുണ്ടാവുക, ശ്രേഷ്ഠത ഉണ്ടാവുക, ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്, 3 രാഹുവും 3ൽ കേതുവും 9ൽ രാഹുവും നിൽപ്പുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും 11ാമത്തെ കർക്കിടക കൂറുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം പൊതുവെ ഈ വർഷത്തിൻ്റെ അവസാനം വരെ, അതായത് മേടമാസം വരെ അവർക്കൊരു പരിധി വരെ അനുകൂലമാണ്. മേടമാസത്തിൽ മെയ് മാസം 14ാം തീയതിയോടുകൂടി വ്യാഴം 11ാമിടത്തു നിന്ന് 12ാമിടത്തേക്ക് വരും. ഈ മെയ് മാസം 14ാം തീയതിക്ക് ശേഷം പിന്നെ വരുന്ന ഒരു വർഷക്കാലം വ്യയത്തിൻ്റെ കാലഘട്ടമാണ്. മെയ് 14ാം തീയതി വരെ പുതിയ ഗൃഹനിർമ്മാണം, വസ്തു വാങ്ങുക, ജോലിക്ക് ശ്രമിക്കുക, നിക്ഷേപങ്ങൾ നടത്തുക, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ്. അഷ്ടമത്തിൽ ശനിയുള്ള കാരണം ശനിയാഴ്ച ശിവനെയോ ശാസ്താവിനെയൊക്കെ തൊഴുതു പോകുന്നത് നല്ലതാണ്. അവർക്കിപ്പോൾ ശനിയുടെ പകർച്ചയും അതുപോലെ തന്നെയാണ്. മാർച്ച് 29ാം തീയതി ശനി പകരുവാണ്. അത് കഴിയുമ്പോൾ ഈ അഷ്ടമശനി മാറുകയാണ്. അതും അവർക്കൊരാശ്വാസം വരും കർക്കിടകക്കൂറുകാർക്ക്. പക്ഷേ വ്യാഴം പ്രതികൂലാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. വ്യാഴം പ്രതികൂലാവസ്ഥയ്ക്ക് വരുമ്പോൾ കുറച്ച് വ്യയകാലഘട്ടമാണ്. അത് ആ സമയത്ത് പറഞ്ഞു തന്നോളാം. പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പൊതുവെ ഈ വർഷത്തിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറയണ മാർച്ച് മാസം 29ാം തീയതി മാർച്ച് മാസം 29ാം തീയതി ശനിയുടെ പകർച്ചയും മെയ് മാസം വരെ വ്യാഴം പകരുന്ന വരെ അവർക്ക് പൊതുവെ നല്ല സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥനയും ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ ഒരുപാട് ഉന്നതങ്ങളിൽ എത്താൻ പറ്റിയ ഒരു കാലഘട്ടവും കൂടിയാണ് കർക്കിടകക്കൂറ്. അതാണ് അതിൻ്റെ ഗുണം. നല്ല അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങൾ മുഴുവൻ ഒരു പരിധി വരെ നടക്കാൻ വെച്ചാൽ സാധാരണഗതിക്കുള്ള ആഗ്രഹങ്ങളാണല്ലോ നമുക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കാൻ പറ്റിയ കാലഘട്ടമാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത്. അത് ഈ മെയ് 14 എൻ്റെ വളരെ നല്ല കാലഘട്ടമാണ്. അപ്പോൾ നല്ല ശൈവ വൈഷ്ണവ ശാക്തേയ 3 സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ ആഴ്ച 3-4 ദിവസം അമ്പലത്തിൽ പോകുക, അതൊക്കെ ചെയ്യണം നല്ലതാണ്.
അടുത്ത ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ കണ്ടകശനിക്കാലമാണ്. കണ്ടകശനി 7ൽ ശനി സഞ്ചരിക്കുന്നുണ്ട്. കർമ്മസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. 2ൽ കേതുവും അഷ്ടമത്തിൽ രാഹുവുമാണ് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കണ്ടകശനി എന്ന് പറയുന്നത് മാറുന്നത് മാർച്ച് മാസം 29-ാം തീയതി, മീനമാസം 15-ാം തീയതി. മീനമാസം 15-ാം തീയതി വരെ അവർക്ക് ഏതാണ്ട് ശനിയുടെ കണ്ടകശനിയുടെ ഉപദ്രവം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കണ്ടകശനി അവർക്ക് മാറുകയാണ്. പക്ഷേ മീനമാസം വരെയുണ്ട്. 10ലെ വ്യാഴം എന്ന് പറയുന്നത് 11ാമിടത്ത് വ്യാഴം, മേടമാസം അവസാനമാകുമ്പോഴത്തേക്കും 10ലെ വ്യാഴം 11ാമിടത്തേക്ക് വരും. അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇടവ മാസം 4-ാം തീയതി, മെയ് 18-ാം തീയതിയോടുകൂടി എല്ലാം ഈ പറയുന്ന പോലെ മെയ് മാസം ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ പ്രധാന പകർച്ച. ഈ മെയ് മാസം ഇടവം 4 മേടത്തിലെ വ്യാഴപ്പകർച്ച ഇടവം 4ഓടുകൂടി രാഹു 7ലേക്കും ലഗ്നത്തിൽ കേതുവും വരുന്നുണ്ട്. അപ്പം ഏതാണ്ട് ഈ ഒരു വർഷത്തിൻ്റെ മുക്കാൽ ഭാഗവും അവർക്ക് കണ്ടകശനിയും വ്യാഴം 10ലുമാണ് നിൽക്കുന്നത്. കണ്ടകശനിയുടെ ഉപദ്രവം ഉള്ളത് കൊണ്ടും അത് 7ലെ ശനി ആയതുകൊണ്ടും കളത്ര വിഷയങ്ങൾ, ദാമ്പത്യ വിഷയങ്ങൾ, കുടുംബപരമായി നിൽക്കുന്ന വിഷയങ്ങൾ, അരിഷ്ടതകൾ, ദൂരദേശ യാത്രകൾ, അതുപോലെ തന്നെ യാത്രയിൽ ദുരിതങ്ങൾ, വാഹനങ്ങൾക്ക് അപകടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ പറ്റിയ കാലഘട്ടമാണ്. പക്ഷേ എങ്കിൽ പോലും ശനി സ്വക്ഷേത്ര ബലവാൻ ആയതുകൊണ്ട് കുറച്ച് അനുകൂലാവസ്ഥയുണ്ട്. നിങ്ങൾ എന്തായാലും നിർബന്ധമായി ഗണപതി ഭജനം, ശാസ്താവിൻ്റെ ഭജനം, ഹനുമാൻ ഭജനം ഇതൊക്കെ ചെയ്ത് പോകണം. കാരണം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. 10ലെ വ്യാഴം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതികേമമൊന്നും അല്ലെങ്കിൽ പോലും പ്രതികൂലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കേമായ ഒരു അവസ്ഥയൊന്നും മറഞ്ഞ വ്യാഴമല്ല. 3-8-12 വ്യാഴം വരുന്ന പോലെ മറഞ്ഞതല്ലാത്തത് കൊണ്ടും അങ്ങ് നടന്നു പോകും കാര്യങ്ങൾ. പക്ഷേ തൊഴിൽപരമായ വിഘ്നങ്ങൾ വരിക, തൊഴിൽപരമായ ദുരിതങ്ങൾ വരിക, ബന്ധനങ്ങൾ വരിക, തടസ്സങ്ങൾ വരിക, പഴയ പോലെ വരുമാനം വരാതിരിക്കുക, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. എന്നാലും എല്ലാ അവസാനം ഒരു വിധത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ള സാധ്യതകളൊക്കെ സമയമാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കുട്ടികൾക്ക് വിദേശത്തൊക്കെ യാത്ര ചെയ്യുക, വിദേശത്ത് ജോലി ശവിക്കുക, പിന്നെ അതുപോലെ തന്നെ പാർപ്പിട നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുതിയ വാഹനം എടുക്കൽ, അങ്ങനെയൊക്കെ നടക്കാൻ പറ്റിയ കാലഘട്ടങ്ങൾ, അതിനൊന്നും ഒരു തടസ്സങ്ങളില്ലാത്തൊരു സമയം കൂടിയാണ് ഈ പറയുന്ന ഈ ചിങ്ങക്കൂറുകാരുടെ ഒരു അവസ്ഥ. അവരുടെ ഈ വ്യാഴപ്പകർച്ച തരുന്നതല്ല. മെയ് മാസം 14-ാം തീയതി കഴിഞ്ഞ് അടുത്ത വർഷത്തെ മെയ് മാസം 14 കഴിഞ്ഞാൽ 11ാമിടത്ത് വ്യാഴം വരുവാണ്. അപ്പോൾ അതിഗംഭീരവും. ആ സമയം കൊണ്ട് തന്നെ മാർച്ച് മാസത്തിലെ ശനിപ്പകർച്ചയും കഴിഞ്ഞാൽ കണ്ടകശനിയും തീർന്നു. അപ്പോൾ കുറച്ചുകൂടി കേമായൊരു അവസ്ഥാവിശേഷത്തിലേക്ക് അടുത്ത വർഷം അവരെത്തും. ഈ വർഷം പോരായ്മയാണ് കാരണം. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ശ്രദ്ധിച്ചു പോകുന്നതാണ് നല്ലത്. അടുത്തത് നമ്മൾ കന്നിക്കൂറിലേക്ക് വരുവാണ്. ഉത്രത്തിൻ്റെ അവസാനവും അത്തവും ചിത്രയുടെ ആദ്യവും കൂടി നിന്ന കന്നിക്കൂറാണ്. കന്നിക്കൂറുകാർക്ക് 9ാം ഭാവത്ത് വ്യാഴം നിൽക്കണു. ലഗ്നത്തിൽ രാഹു, ലഗ്നത്തിൽ കേതു, 7ാമിടത്ത് രാഹു. ലഗ്നത്തിൽ കേതുവിൻ്റെ ബന്ധം, അതായത് കന്നിയിലാണ് കേതു നിൽക്കുന്നത്. 7ാമിടത്ത് രാഹുവിൻ്റെ ബന്ധം, 9ൽ വ്യാഴം നിൽക്കുന്നു. അങ്ങനെയാണ് അവർക്ക് നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കന്നിക്കൂറുകാർക്ക് മോശമെന്ന് പറയാൻ പറ്റില്ല. ഈ രാഹുവിൻ്റെ ആകെ ഒരു പ്രശ്നം മാത്രം, 7ൽ നിൽക്കുന്ന രാഹു, ലഗ്നത്തിൽ കേതു. തടസ്സങ്ങൾ കൂടുതലുണ്ടാവുമെങ്കിലും സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും, സർപ്പം ശപിച്ചാൽ സർവം നശിക്കും എന്ന് പറഞ്ഞ പോലെ രാഹുവിനെ നന്നായി പ്രാർത്ഥിച്ച് മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മഹാദേവനെ തൊഴുതു പ്രാർത്ഥിച്ച് നമസ്കരിച്ച് നമശിവായ ജപം ഉണ്ടെങ്കിൽ ആ രാഹുവിൻ്റെ തടസ്സങ്ങളൊക്കെ, 7ലെ രാഹുവിൻ്റെ തടസ്സങ്ങളൊക്കെ മാറും. 9ൽ നിൽക്കുന്ന വ്യാഴം ഒരു പരിധി വരെ നമുക്ക് അനുകൂലാവസ്ഥയാണ്, ഭാഗ്യാവസ്ഥയാണ്. നിരീക്കാത്ത കാര്യങ്ങൾ നടക്കുക, നിരീക്കാത്ത യാത്രകൾ പോവുക, വിദേശയാത്ര പോവുക, ജോലി കിട്ടുക, കൃഷി സ്ഥലങ്ങൾ വാങ്ങുക, കുട്ടികളുണ്ടാവുക, സമ്പൽ സമൃദ്ധി ഉണ്ടാവുക, സന്തതി പരമ്പരയ്ക്കിടെ നല്ല ന്യൂസുകൾ കേൾക്കുക, കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്ക് വാങ്ങുക, അങ്ങനെയൊക്കെ പറ്റിയൊരു കാലഘട്ടവും കൂടിയാണ് കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂറുകാർക്കെന്നെ ദോഷം എന്ന് പറയാൻ പറ്റുന്നില്ല. അവരുടെ ശനിയുടെ പകർച്ച മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം ശനിയുടെ പകർച്ച വരുന്നുണ്ട്. ശനി പകർന്നു കഴിയുമ്പോൾ അവർക്ക് കണ്ടകശനി തുടങ്ങുകയാണ്. മാർച്ച് 29-ന് ശേഷം ഏകദേശം മീനമാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പകുതിയോടുകൂടി മീനത്തിലെ പകുതി തന്നെ കണ്ടകശനി തുടങ്ങും. അത് ഈ വർഷത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. മീനമാസം വരെ അവർക്ക് വലിയ ദോഷമില്ല. മീനമാസത്തിന് ശേഷം കണ്ടകശനിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മേടമാസത്തിൽ വ്യാഴം 9 നിൽക്കുന്ന വ്യാഴം 10ലേക്ക് വരും. അപ്പം മീനമാസം തൊട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. അത് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളാം.
പക്ഷെ അതുവരെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. നല്ല രീതിയിൽ പോകാവുന്നൊരു കാലഘട്ടം. എന്തായാലും എന്താ പറയുന്നത്, മാസത്തിലൊന്ന് നവഗ്രഹങ്ങളിൽ രാഹുവിന് വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. ശിവഭജനം കൂടുതലായിട്ട് മഹാദേവൻ്റെ ഭജനം ചെയ്യുക. വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്രം ഇതുക. ഒരു പരിധിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കാലഘട്ടമാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന കാലഘട്ടമാണ്. അത് അനുസരിച്ച് പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ നടക്കും. നമ്മൾ ചെയ്യണം പ്രാർത്ഥന. എൻ്റെ സമയം കേമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോവുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് വരുന്നത്. അടുത്ത തുലാക്കൂറുകാരാണ്. തുലാക്കൂറ് എന്ന് പറയുന്നത് ചിത്രയുടെ അവസാനവും ചോദ്യവും വിശാഖത്തിൻ്റെ ആദ്യ ഭാഗം കൊടുത്ത തുലാക്കൂറുകാർക്കാണ്. തുലാക്കൂറുകാരുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വ്യാഴം അഷ്ടമത്തിൽ പോയി. അവരുടെ 6-നകത്ത് രാഹുവിൻ്റെ ബന്ധമുണ്ട്, 12 കേതുവിൻ്റെ ബന്ധമുണ്ട്, 6 ശനിയുടെ ബന്ധമാണ്. പക്ഷേ ഈ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സങ്കടങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതയും മറ്റു വിഷയങ്ങളൊക്കെ ശരിക്കും കഴിഞ്ഞ വ്യാഴപ്പകർച്ച തൊട്ട് അടുത്ത വ്യാഴപ്പകർച്ച വരെ, അടുത്ത മെയ് മാസം 14-ാം തീയതി വരെ അവർക്ക് ചെറിയ ചെറിയ അരിഷ്ടതകളാണ്. അത് ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടം, ഏകദേശം ഈ പറയുന്ന മേടമാസം വരെ അല്ലെങ്കിൽ ആ ഒരു വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് അത്ര കേമായിട്ടൊരവസ്ഥ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം 5-ൽ ശനിയാണ് നിൽക്കണ. ഈ പറഞ്ഞ പോലെ 5-ലെ ശനി ദോഷമില്ലെങ്കിലും മാനസിക ദുരിതങ്ങളൊക്കെ വരുത്തി തീർക്കാം. 6-ലെ രാഹു, 12 കേതു. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ അരിഷ്ടതകളുണ്ട്. അവർ നിർബന്ധമായിട്ട് ആഴ്ച 2-ഓ 3-ഓ ദിവസങ്ങളിൽ, വ്യാഴം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, നരസിംഹൻ, ശ്രീരാമൻ്റെ അമ്പലങ്ങളിൽ പോകുന്നു, ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ അവർ വിഷ്ണു ഭജനത്തിന് കൂടുതൽ നാരായണനാമം ജപിക്കുന്നത് വളരെ കേമാണ്. അതുപോലെ വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക, തിരുവോണത്തിന് കൃഷ്ണന് പാൽപ്പായസം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് അധികം മുതൽ മുടക്കില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുക, വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ഒന്ന് പതുക്കെ മാറി നിൽക്കുക, അപവാദാപമാനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന കാലങ്ങളാണ്. സാമ്പത്തിക മേഖല ശ്രദ്ധിച്ച് പെരുമാറുക, സൂക്ഷിച്ച് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. കാർഷിക മേഖലയിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും കർഷകരൊക്കെ ചെയ്യണതൊക്കെ വലിയ ദോഷമായിട്ട് വരുന്നില്ല. ശിരോരോഗങ്ങൾ, തലയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാവുക, പ്രഷറൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം അതിനൊക്കെയുള്ള പ്രഷർ പോലത്തെ രോഗങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ച് മരുന്നൊക്കെ കഴിച്ചൊന്ന് പോകുന്നതൊക്കെ നല്ലതാണ്. ഈ വ്യാഴത്തിൻ്റെ പകർച്ച കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന വ്യാഴപ്പകർച്ച എന്ന് പറഞ്ഞാൽ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം, ഈ വർഷത്തിൻ്റെ അവസാന കാലം കണ്ടു കഴിഞ്ഞാൽ 9-ലേക്ക് വ്യാഴം വരും. ശനി 5-ൽ നിന്ന് 6-ലേക്ക് മാറും. രാഹു അന്നേരം 5-ലേക്ക് വരും. കേതു 3-ലേക്ക് പോകും. പൊതുവെ അതിനുശേഷം ഒരു വ്യാഴത്തിൻ്റെ പകർച്ചയൊക്കെ കഴിയുമ്പം, അതായത് ഈ മേടമാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാശ്വാസ കാലഘട്ടം തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ഒത്തിരി മാറ്റങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങളോ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യാഴപ്പകർച്ച കഴിഞ്ഞ് നടത്താൻ നിശ്ചയിക്കുക. വിവാഹാദികളുണ്ടെങ്കിൽ അതിന് ശേഷം നടത്താൻ നിശ്ചയിക്കുക. ആ സമയത്തേക്ക് വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ ഭാഗങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. എന്നാലും വിഷ്ണു ഭജനം കൂടുതലായിട്ട് തുലാക്കൂറ് ചെയ്യുന്നതാണ് അവരുടെ ഒരു ആശ്വാസത്തിന് അവർക്ക് നല്ലത്. തുലാം കഴിഞ്ഞു വൃശ്ചികത്തിലേക്ക് വന്നു. വിശാഖത്തിൻ്റെ അവസാന ഭാഗവും മനിരയും തൃക്കേട്ടയും കൂടുന്ന വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറുകാർക്ക് 4-ൽ ശനിയാണ് നിൽക്കുന്നത്, കണ്ടകശനിക്കാലാണ്. അതുപോലെ 7 വ്യാഴം വളരെ അനുകൂലമാണ്. 5-ാമിടത്ത് രാഹുവും 11-ാമിടത്ത് കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന മേടമാസം വരെയുള്ള ഒരു സമയം അവർക്ക് പൊതുവെ അനുകൂലം തന്നെയാണ്. കാരണം വ്യാഴാനുകൂല്യമുണ്ട്, കാര്യങ്ങൾ നടക്കും, ജോലിയിൽ പ്രൊമോഷൻ കിട്ടും, കുറച്ച് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, എല്ലാ കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്ക്, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് തീരാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ അവസാനിപ്പിക്കാൻ, ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനൊക്കെ പറ്റിയ സമയമാണ്. പുതിയ പൈസ വരാനും പുതിയ വരുമാനമുള്ള കാര്യങ്ങൾ എന്ത് നിരീക്ഷിച്ചാലും കൂടെ പണ്ട് നടക്കണേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ നടന്നു കിട്ടാനുള്ള സാധ്യതകളൊക്കെ അവർക്ക് കൂടുതലാണ്. പക്ഷേ 4-ലെ ശനി, കണ്ടകശനി, എല്ലാ കാര്യങ്ങളും ഒരു വക്രീകരണം, ചെറിയ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലായിടത്തും ഉണ്ടാക്കി തീർക്കും. പക്ഷേ അതിനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അത് ഒരു ഭാഗ്യം തന്നെയാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ കണ്ടകശനിയുടെ ഉപദ്രവം ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യമൊക്കെ നമ്മൾ കണ്ടകശനിക്ക് സാധാരണ ശനിയുടെ ദോഷങ്ങൾ വന്നാൽ നമ്മൾ അയ്യപ്പനെയും ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയും സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ ചെയ്തു പോവുക, ശബരിമലയ്ക്ക് യാത്ര ചെയ്യുക, ശനിയാഴ്ച ഒരിക്കലെടുക്കുക, അതൊക്കെ ചെയ്യണത് നല്ലതാണ്. അവർക്ക് വീടുകൾ മേടിക്കാൻ, വീടുകൾ മോടി പിടിപ്പിക്കാനാണ്, വാഹനങ്ങൾ മേടിക്കാൻ, ആഭരണാദികൾ മേടിക്കാൻ, യാത്ര ചെയ്യാനൊക്കെ പറ്റിയ സമയങ്ങളാണ്. കുടുംബവുമായി ഒത്ത് സന്തോഷകരമായി നിൽക്കുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാകാനൊക്കെ പറ്റിയ സമയമാണ്. അതിനൊന്നും ഒരു ദോഷമില്ല കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും.
എപ്പോഴും എന്തെങ്കിലും ഒരു വിഷമതകൾ ഇങ്ങനെ മനസ്സിനെ വലിച്ചുകൊണ്ടിരിക്കും. അതിന് നമഃശിവായ ജപിച്ചാൽ മതി. വേറെ ടെൻഷനൊന്നും പിടിക്കേണ്ട കാര്യഘട്ടമില്ല. മനസ്സിന് സമാധാനം കിട്ടാതെ വരുമ്പോൾ നമഃശിവായ ജപം മഹാദേവൻ്റെ ഭജനമൊക്കെ ചെയ്യുന്നത് വളരെ ക്ഷേമമാണ്. അവരുടെ ഈ പറഞ്ഞ പോലെ വ്യാഴപ്പകർച്ച മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം അഷ്ടമത്തിലേക്ക് വ്യാഴം വരികയും അതുപോലെ തന്നെ ശനി ഈ പറഞ്ഞ പോലെ ശനിയുടെ പകർച്ച എന്ന് പറയുന്നത് മാർച്ച് 29 എന്നാണ് പറയണേ. മീനമാസം 15-ാം തീയതിയോട് കൂടിയൊക്കെയാണ് ശനിയുടെ പകർച്ച. അപ്പോൾ കണ്ടകശനി മാറും എങ്കിലും വ്യാഴം അഷ്ടമത്തിലേക്ക് വരും. അപ്പോൾ ഈ പറയുന്ന പോലെ മെയ് മാസം അടുത്ത മെയ് 14-ാം തീയതിക്ക് ശേഷം അമ്പലത്തിൽ പോക്കും ഒക്കെ പ്രാർത്ഥനയിലൊക്കെ വ്യത്യാസം വരുത്തണം. വൈഷ്ണവ ഭജനം കൂടുതൽ കഴിക്കുന്നുണ്ട്. ആ വ്യാഴപ്പകർച്ചയാകുമ്പോൾ ഞാൻ കൂടുതൽ ഓർമ്മിപ്പിച്ചോളാം. എങ്കിലും ഈ വർഷത്തിൻ്റെ ആരംഭ കാലഘട്ടം അവർക്ക് ക്ഷേമം തന്നെയാണ്. വളരെ നന്നായിട്ട് പ്രാർത്ഥനയും നാമജപാദികളും അമ്പലത്തിൽ പോക്കും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുറേ കാര്യങ്ങൾ നടന്ന് തീർക്കാനും നല്ലത് നടക്കാനും നല്ല സന്തോഷം ഉണ്ടാവാനും പറ്റിയ കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയും നാമജപാദികളും കൃത്യമായിട്ട് ചിട്ടയായിട്ട് ചെയ്തു പോകുന്നതാണ് നല്ലത്. അടുത്തത് ഈ ധനുക്കൂറിലേക്ക് വരുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് വരുന്ന ധനുക്കൂറുകാർക്ക് ഈ വർഷത്തിലെ ആദ്യ കാലഘട്ടം വളരെ മോശം തന്നെയാണ്. കാരണം അവരുടെ 4-ൽ രാഹുവും 6-ൽ വ്യാഴവും 10-ന് കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. ഈ വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടം ഏകദേശം പറയണ മേടമാസം വരെ വളരെ മോശമാണ്. ഏകദേശം മെയ് മാസം 14-ാം തീയതി വരെ മെയ് മാസം വരെ അവർക്ക് മോശകാലഘട്ടമാണ്. കാരണം 6-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ എന്ത് തുടങ്ങിയാലും ഒരു സ്ഥലത്തേക്ക് എത്താതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം, എന്ത് തുടങ്ങിയാലും അങ്ങ് പൂർത്തിയാകാത്ത അവസ്ഥാവിശേഷം, എത്ര കിട്ടിയാലും മതിയാകാത്ത അവസ്ഥാവിശേഷമൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ അവർക്ക് അവർ ആദ്യ കാലഘട്ടം ഈ വർഷത്തിൻ്റെ ആദ്യകാലം ഏകദേശം മേടമാസം വരെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വൈഷ്ണവാദി ക്ഷേത്രങ്ങൾ, അതായത് ശ്രീരാമനോ നരസിംഹം, കൃഷ്ണൻ, മഹാവിഷ്ണു അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോവുക, ഇടയ്ക്കൊന്ന് ഗുരുവായൂരപ്പനെ തൊഴുക, എല്ലാ ദിവസവും നാരായണനാമം ജപിക്കുക, അതുപോലെ മാസത്തിൽ മഹാദേവന് ധാര വഴിപാട് കഴിക്കുക, സർപ്പത്തിന് വഴിപാട് കഴിക്കുക, പറ്റുമെങ്കിൽ ഗണപതി ഹോമം കഴിക്കുക, അല്ലെങ്കിൽ ഗണപതിക്ക് കർഗമാല പോലത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഒരു മാസത്തിൽ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയ കാലഘട്ടമാണ്. വലിയ ദുരിതങ്ങൾ വരില്ല. പ്രാർത്ഥനയുണ്ടെങ്കിൽ കുറച്ചൊക്കെ സങ്കടങ്ങൾ ഇല്ലായ്മ ചെയ്യാമെന്നൊരു നിയമം ഉള്ളതുകൊണ്ട് എല്ലാത്തിലും വലിയത് ഈശ്വരനാണ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനാണ് ഏറ്റവും വലിയ സത്യം, നമ്മളൊന്നുമല്ല. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഫലം വേറെ തന്നെയാണ്. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം വ്യാഴം പകരുമ്പോൾ 7-ലേക്ക് വ്യാഴം വരും. അത് വളരെ അനുകൂലമാണ്. കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങളുണ്ടാവും. ഒരു ഉഷാറായിട്ട് എണീറ്റ് വരാനൊക്കെ പറ്റിയ സമയമാണ് അടുത്ത ഈ വർഷത്തിൻ്റെ, അതായത് ഈ പുതുവർഷത്തിൻ്റെ 1200 ആണ്ട് വർഷാവസാനമൊക്കെ ആകുമ്പോൾ നന്മയിലേക്ക് കടക്കും. പക്ഷെ ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മാർച്ച് 29-ാം തീയതി ഇവർക്ക് കണ്ടകശനിയും തുടങ്ങും. മാർച്ച് മാസം 29 തൊട്ട് കണ്ടകശനിയുണ്ട്. കണ്ടകശനി 2.5 വർഷത്തേക്കാണ് കണ്ടകശനിക്കാലം. അത് 4-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ കുടുംബപരമായ ദുരിതങ്ങളൊക്കെ വരാൻ പറ്റിയ കാലഘട്ടമാണ്. ആ സമയത്ത് അതിൻ്റെ വഴിപാടുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആരെയാണ് പ്രാർത്ഥിക്കേണ്ട കണ്ടകശനി വന്നതെന്നറിയാം. പക്ഷെ ആ സമയത്ത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളാം. എങ്കിലും വ്യാഴപ്പകർച്ചയോടെ കുറച്ച് അനുകൂലാവസ്ഥ വരുന്നതാണ്. വർഷാവസാനം നന്നാകും, ഇവർക്ക് വളരെ നന്നാവുമല്ല വളരെ ഗംഭീരമാകുന്ന അവസ്ഥാവിശേഷം. അത് പിന്നെ ഒരു വർഷത്തേക്കൊരവസ്ഥയുണ്ട്. കണ്ടകശനി വന്നാൽ അതിന് വഴിപാടുകൾ കഴിച്ചു പോയാൽ ഒരു പരിധിവരെ വ്യാഴാനുകൂല്യം അനുകൂലമാണ്. കാരണം എല്ലാ ദൈവാധീനത്തിൻ്റെ കാരകനും ദൈവാധീനം ഉണ്ടാവാനും വ്യാഴമാണ് നമുക്ക് അനുകൂലമുണ്ട്. ഉത്രാടത്തിൻ്റെ അവസാന ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന മകരക്കൂറുകാർക്ക് ഇപ്പോൾ 7.5 ശനി കാലഘട്ടമാണ്. അവരുടെ 5-ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. 3-ൽ രാഹുവും 9-ൽ കേതുവുമാണ്. പൊതുവെ ഈ പറയണ അടുത്ത മേടമാസം വരെ അവർക്ക് ദോഷം എന്ന് പറയാനില്ല. 7.5 ശനി ഉണ്ട് എങ്കിൽ പോലും 7.5 ശനിയുടെ അവസാന കാലഘട്ടമായതുകൊണ്ട് അത്ര ടെൻഷൻ പിടിക്കാനുള്ള ഒരു സമയമല്ല. കാരണം 7.5 ശനിയുടെ തീരാൻ പോവുകയാണല്ലോ. അതിൻ്റെ ഒരു അവസ്ഥ ഡിഗ്രി അത് കുറഞ്ഞു വരികയാണല്ലോ. വ്യാഴം അനുകൂലാവസ്ഥ 5 നിൽക്കുന്ന വ്യാഴമാണ്. സാമ്പത്തികപരമായ ഉയർച്ചയും സമ്പൽ സമൃദ്ധമായിട്ടുള്ള അവസ്ഥയും, പുതിയ സ്ഥലം വാങ്ങുക, ആഭരണാദി വാങ്ങുക, വാഹനങ്ങൾ മേടിക്കുക, വീടുകൾ മോടി പിടിപ്പിക്കുക, കുട്ടികൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവുക, കുട്ടികൾക്ക് വീട് മേടിച്ചു കൊടുക്കുക, കുട്ടികൾ വിദേശത്ത് പോയ യോഗം ഉണ്ടാവുക, ആ നക്ഷത്രക്കാർക്ക് വിവാഹാദികൾ നടക്കുക, നക്ഷത്രങ്ങൾക്ക് ജോലി കിട്ടുക, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ സമയങ്ങളാണ്. പ്രാർത്ഥനയുണ്ട്, ഇതൊക്കെ പറ്റിയ സമയമാണ്. കാരണം അതിനൊന്നും ദോഷമുള്ള സമയം ഇത് പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ളതല്ല. അത് ആ നിങ്ങളുടെ വേണമല്ലോ, ആ ജാതക യോഗവും കൂടെ ഒത്തുവരുമ്പോഴാണ് അതിൻ്റെ ഫലം പൂർത്തീകരിക്കാൻ പറ്റുന്നത്.
ഏഴരശ്ശേരിക്കാലാണ്. അവർക്ക് ഏഴരശ്ശനി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ദിവസം മാർച്ച് 29 കൂടി 7.5 വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഏഴരശ്ശനി തീരാൻ പോവുകയാണ്. മാർച്ച് മാസം 29 ഇവർ 7.5 വർഷമായിട്ട് ഏഴരശ്ശനി അത് തീരാൻ പോവുകയാണ്. അത് പിന്നെ എന്താ പറയണേ, ആ ഏഴരശ്ശനിയുടെ കഷ്ടകാലം, ഏഴരശ്ശനി എന്ന് പറഞ്ഞൊരു ജീവിതത്തിൽ 1, 2, 3 വരുള്ളൂ. കണ്ടകശ്ശനി ആണെങ്കിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ രാഹുകേതുക്കളുടെ പകർച്ച ഈ വർഷം അവസാനം, ഈ വർഷത്തിൻ്റെ അവസാനം ഈ പറഞ്ഞ പോലെ മേടമാസം തൊട്ട് പൊതുവെ അങ്ങോട്ട് ഏഴരശ്ശനി തീരുമെങ്കിലും, ഏഴരശ്ശനി അവസാനിക്കും. അതൊരു വലിയ ഭാഗ്യമാണെങ്കിൽ പോലും ഈ മകരക്കൂറുകാർക്ക് ഈ വർഷത്തിൻ്റെ അവസാനം ഏകദേശം മേടമാസം തൊട്ടങ്ങോട്ട് പിന്നെ ഇത്തിരി കഷ്ടകാലത്തിൻ്റെ സമയമുണ്ട്. വ്യാഴം 6ലേക്ക് പോകുമ്പോൾ ദുരിതങ്ങളുണ്ടാവും. വ്യാഴം 6ലേക്ക് പോകുമ്പോൾ സാമ്പത്തിക പ്രശ്നം, മാനസിക പ്രശ്നം, ശാരീരിക പ്രശ്നം, അങ്ങനെയുള്ള വിഷയങ്ങൾ, എല്ലാത്തിനും തടസ്സങ്ങൾ, അധിക ചെലവുകൾ, കുടുംബത്തിൽ ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ 2 രാഹു വരുമ്പോൾ ആ രാഹുവിൻ്റെ 7-ൽ 2 രാഹുവും വരും, 7-ൽ കേതുവും വരും. അപ്പോൾ തടസ്സങ്ങൾ, കളത്ര വിഷയങ്ങൾ, മറ്റു ദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ മേടമാസം തൊട്ടങ്ങോട്ട്, കാരണം കറക്റ്റ് ഇടവ മാസത്തിലാണ് രാഹുകേതുക്കളുടെ പകർച്ച തന്നെ. അതുപോലെ തന്നെ വ്യാഴം മെയ് മാസം 14 തീയതിയാണ്. മെയ് മാസം 14 കഴിഞ്ഞാൽ മേടമാസമാണ്. അപ്പോൾ മേടമാസം തൊട്ടങ്ങോട്ട് നവഗ്രഹ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് മകരക്കൂറുകാർക്ക് നല്ലതാണ്. അടുത്ത കുംഭക്കൂറാണ്. കുംഭക്കൂറ് എന്ന് പറയണത് ഔട്ടത്തിൻ്റെ അവസാനവും ചതയും പൊരുട്ടാതിയും കൊടുന്ന കുംഭക്കൂറുകാരാണ്. കുംഭക്കൂറുകാർക്ക് ഇപ്പം 4-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. ഏഴരശനി ജന്മശനിയാണ്. 2ാമടുത്ത് രാഹു ഉണ്ട്. പൊതുവെ ഈ പറഞ്ഞ പോലെ 3-ലെ വ്യാഴത്തെക്കാളും കുറച്ചുകൂടി നല്ലതാണ് 4-ലെ വ്യാഴം. അവർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഈ വർഷാരംഭം അത്ര ദോഷം എന്ന് പറയാനല്ല. ഏഴരശനിയുണ്ട്, അത് സത്യമാണ്. ഏഴരശനിക്ക് ഗണപതി ഭജനം, ശാസ്താവിൻ്റെ ഭജനം, മഹാദേവ ഭജനം, നമഃശിവായ ജപിക്കുക, ഗണപതിക്ക് കറുകമാല ചാർത്തുക, എള്ളുതിരി കത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. ദേഹാസ്വസ്ഥ്യങ്ങളുണ്ടാവാം, ശാരീരിക അസ്വസ്ഥ ഉണ്ടാവാം, ചെറിയ കളത്ര വിഷയങ്ങൾ, ദുരിതങ്ങളൊക്കെ വന്നു ചേരാം, സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു ചേരാം, കുടുംബത്തിൽ തന്നെ ബന്ധുജന വിരോധങ്ങൾ വന്നു ചേരാം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് മഹാദേവ ഭജനം കൊണ്ടും രാഹുഭജനം കൊണ്ടും ഗണപതി ഭജനം കൊണ്ടൊക്കെ ഒരു പരിധി വരെ മറികടക്കാവുന്നതാണ്. അത്ര ഒരു ഇതാക്കുന്ന ഒരുപാട് മാനസിക ദുരിതത്തിലേക്ക് വരാൻ പറ്റില്ല. വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ 3-ലെ വ്യാഴത്തെക്കാളും കുറച്ചുകൂടി 4 വ്യാഴം നിൽക്കണം. 4 വ്യാഴം നിൽക്കുന്നത് അത്ര കേമല്ല. എങ്കിലും വ്യാഴം 3, 6, 8, 12-ൽ നിൽക്കുന്നതിനേക്കാൾ ഭേദമാണ് 4 വ്യാഴം നിൽക്കണം. അപ്പോൾ 4 വ്യാഴം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് അനുകൂലം തന്നെയാണ്. അതിൻ്റേതായ നിൽക്കുന്ന ഭാഗ്യങ്ങളും കാര്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സമാധാനത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോൾ 1 മീറ്റർ കുറച്ച് ഓടേണ്ട കാര്യം കുറച്ച് ദൂരം കൂടി ഓടിയാലും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പൂർണ്ണ സമാധാനം കിട്ടിയാലും എല്ലാത്തിലും ചെയ്യുന്നതിലൊരു തൃപ്തി വരാനുള്ള സാധ്യത, നമ്മൾ നിരീക്കുന്ന കാര്യം നീക്കുപോക്കാവാനുള്ള സാധ്യത, കുറച്ച് അലയേണ്ടി വരും. അത് ഏഴരശനിയുടെ പ്രത്യേകത. പക്ഷെ അവർക്ക് ഈ വർഷം അവസാനം തൊട്ട്, ഈ വർഷം അവസാനം ആകുമ്പോൾ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ജന്മശനി എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലെ ജന്മശനി മാറിയിട്ട് ഏഴരശനിയുടെ 3ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കും. അതുപോലെ തന്നെ ഈ 4-ൽ നിൽക്കുന്ന വ്യാഴം 5-ലേക്ക് വരികയാണ്. 4-ൽ നിൽക്കുന്ന വ്യാഴം 5-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം മിഥുനത്തിലേക്ക് വരികയാണ്. ഈ വ്യാഴം അങ്ങ് പാർന്ന് കഴിയുമ്പോൾ പിന്നീട് വരുന്നത്, അതായത് ഈ മെയ് മാസം 14 തീയതിക്ക് ശേഷം വ്യാഴപ്പകർച്ച കഴിയുമ്പം ഇപ്പം അനുഭവിക്കുന്ന ഗുണത്തേക്കാൾ കുറച്ചുകൂടി നല്ല ഗുണങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഏഴരശനി ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഗുണകരമായി നിൽക്കുന്നത്. കുറച്ച് ശരിക്കും അടുത്ത മേടമാസം തൊട്ട് വ്യാഴം പകർന്നു കഴിയുമ്പോൾ പിന്നെ വരുന്ന ഒരു വർഷക്കാലം വളരെ നല്ലൊരു ഗംഭീരമായ ഫലം, പല ആഗ്രഹങ്ങളും പല സന്തോഷങ്ങളും പല നന്മകളും പല ഐശ്വര്യങ്ങളും എത്തിച്ചേരാൻ പറ്റിയ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാഴപ്പകർച്ച അവർക്ക് ശരിക്കും പറഞ്ഞാൽ അനുകൂലം തന്നെയാണ്. പക്ഷേ 2-ൽ നിൽക്കുന്ന രാഹു ലഗ്നത്തിലേക്ക് വരും. 2-ൽ നിൽക്കുന്ന രാഹു ലഗ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയും ഈ അതിൻ്റെ ദുരിതങ്ങളുണ്ടാവും. ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു 7-ലേക്ക് വരും. അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. നിലവിലിപ്പം 8-ൽ കേതുവും 2 രാഹുവാണ് നിൽക്കുന്നത് കുംഭക്കൂറുകാർക്ക്. അപ്പോൾ അത് കുറച്ച് അതിൻ്റേതായ ദുരിതങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. എങ്കിലും അടുത്ത വർഷം ഈ വർഷത്തിൻ്റെ ആരംഭം ഒരു അത്ര ദുരിതം അല്ലെങ്കിലും അത്ര ദോഷമില്ലെങ്കിലും പൊതുവെ അനുകൂലമാണ്. കുറച്ചുകൂടി അനുകൂലമാകാൻ പോവുകയാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ പകർച്ച കഴിയുമ്പോൾ. പിന്നെ കേതുവിൻ്റെ ഒരു 7-ലേക്ക് കേതു വരുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന്
ഗണപതി ഹോമം ചെയ്താൽ മതി. അത് ആ സമയത്ത് ഞാനതിൻ്റെ കൃത്യമായി പറഞ്ഞു തന്നോളാം. പൊതുവേ ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് കുംഭക്കൂറുകാർക്ക്. അടുത്ത ഞാൻ മീനക്കൂറിലേക്ക് വരുവാണ്. പൂരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതിയും രേവതിയും കൂടുന്നതാണ്. അവരുടെ 7 കേതുവും ലഗ്നത്തിൽ രാഹുവും വ്യാഴം 3-ലുമാണ് നിൽക്കുന്നത്. 12ാമത്തെ ശനിയാണ് നിൽക്കുന്നത്. ശരിക്കും നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ അവർക്ക് ശത്രു ദുരിതമാണ്. വിവാഹാദികൾ നടക്കാതിരിക്കുക, വിവാഹം ആലോചിച്ചാൽ മുടങ്ങി വരിക, സാമ്പത്തിക ദുരിതം ഉണ്ടാവുക, കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാവുക, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടുക, കൃത്യമായ ശമ്പളം കിട്ടാതിരിക്കുക, നമ്മൾക്ക് നല്ല കാര്യങ്ങൾക്ക് മുടക്കം വരിക, വീട് പണിതുകൊണ്ടിരുന്നവർ പണി നിന്ന് പോവുക, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വ്യാഴം 3 സഞ്ചരിക്കണം. കാരണം ആഴ്ച 1, 2, 3 ദിവസം അവർ നിർബന്ധമായി മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ആ വ്യാഴാവസ്ഥ പ്രതികൂലം, ദൈവാധീനകാരകനാണ്, ഭാഗ്യകാരകനാണ്. വ്യാഴം അനുകൂലത്തിലാകാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക എന്നുള്ളത്. ലഗ്നത്തിൽ രാഹു നിൽക്കുകയാണ്, 12ാമത്തെ ശനിയും നിൽപ്പുണ്ട്. കാരണം ശനി 7.5 ശനിയുടെ തുടക്കം കൂടിയാണ്. ശനി ഞായർ ദിവസം മഹാദേവൻ്റെ അമ്പലത്തിൽ പോവുക, അയ്യപ്പനെ തൊഴുക, ഗണപതിയെ പ്രാർത്ഥിക്കുക, എന്നും ഗണപതി കേത്തിയിടുക, അങ്ങനെയൊക്കെ ചെയ്യുക. അവരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം 14-ാം തീയതി വ്യാഴം പറഞ്ഞ ഈ വർഷത്തിൻ്റെ അവസാന കാലഘട്ടം, മീനമാസം തൊട്ട് ഏകദേശം മേടമാസം തൊട്ട്, ആ മേടമാസം തൊട്ട് വ്യാഴം അനുകൂലത്തിലേക്ക് വരുമ്പോൾ മേടമാസം തൊട്ട് വരുന്ന ഒരു വർഷക്കാലക്കാർക്ക് 4-ലേക്ക് വരുമ്പോൾ ഈ 3-ലെ വ്യാഴത്തെക്കാളും കുറച്ചുകൂടി നല്ലതാണ്. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് വരാനുള്ള സാധ്യതകളൊക്കെ അവരെ സംബന്ധിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ മീനക്കൂറിലുള്ളവർക്ക് ഇപ്പോൾ ഏഴരശ്ശിയുടെ തുടക്കമാണ്. അവർക്ക് മാർച്ച് മാസത്തിൻ്റെ അവസാനം തൊട്ട് ശനി മീനത്തിലേക്ക് വരും, ജന്മശനി തുടങ്ങുകയാണ്. അപ്പോൾ ഏഴരശ്ശിക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്താവിൻ്റെ ഭജനം, ഭഗവാനെ എള്ളുതിരി കത്തിക്കുക, ഗണപതിയെ കൂടുതൽ പ്രാർത്ഥിക്കുക, ഹനുമാനെ കൂടുതൽ പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലീസ് ചൊല്ലുക, ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം. അത് ജന്മശനി ആകുമ്പം ശാരീരിക അസുഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയമാകുമ്പോൾ കുറച്ചുകൂടി പ്രാർത്ഥിക്കണം. ശനിപ്പകർച്ചയ്ക്ക് മുമ്പ് ഞാൻ ഒന്നുകൂടി വൃത്തിയായിട്ടും ഞാനത് പറഞ്ഞു തന്നോളാം. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. പക്ഷേ വ്യാഴം അവർക്ക് 3-ൽ 4-ലേക്ക് മാറുന്ന വർഷാവസാനത്തിൽ ചെറിയൊരു ഭാഗ്യാഭിവൃദ്ധിക്കും സാമ്പത്തികാഭിവൃദ്ധിക്കൊക്കെ സാധ്യതകളുള്ള കാലഘട്ടമാണ്. 7-ൽ കേതു നിൽക്കണ കാരണം കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങളെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, വിവാദങ്ങളിലൊന്നും പെടാതിരിക്കുക, രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കളത്ര വിഷയങ്ങളൊക്കെ നോക്കുന്നതൊക്കെ 7-ൽ കേതു നിൽക്കണം. അതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൊതുവേ 12 രാശിയുടെ ഫലങ്ങളും ഈ വർഷാരംഭത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥകളൊക്കെയാണ് പല ഗ്രഹനിലയിലുണ്ടാകുന്നത്. ഇപ്പം ഇത് നമുക്ക് ചിലർക്ക് കണ്ടകശനി മാറുന്നു, ഏഴരശനി മാറുന്നു, ചിലർക്ക് കണ്ടകശനി തുടങ്ങുന്നു, ചിലർക്ക് ഏഴരശനി തുടങ്ങുന്നു, ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ട്. ഈ ശനിയുടെ പകർച്ച എന്ന് പറയുന്നത് കുംഭത്തിൽ നിൽക്കുന്ന ശനി മീനത്തിലേക്ക് വരുമ്പം മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങും, കന്നിക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങും, ധനുക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങും. മിഥുനക്കൂറ് എന്ന് പറയുന്നത് ഏതാ? മകയിരത്തിൻ്റെ അവസാനവും തിരുവാതിരി പുണർത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ശനിയുടെ പകർച്ച മാർച്ച് മാസം തൊട്ട് കണ്ടകശനിയാണ്. അതുപോലെ തന്നെ കന്നിക്കൂറായി നിൽക്കുന്ന ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ ഭാഗം കൂടുന്ന കന്നിക്കൂറുകാർക്ക് ഈ പറയുന്ന മാർച്ച് മാസം 29-ാം തീയതി തൊട്ട് കണ്ടകശനി തുടങ്ങും. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗമാകുന്ന ധനുക്കൂറുകാർക്ക് ഈ ശനി പകർച്ച കഴിയുമ്പോൾ കണ്ടകശനി തുടങ്ങും. അതുപോലെ ഏഴരശനി എന്ന് പറയുന്നത് മകരക്കൂറുകാരുടെ ഏഴരശനി അവസാനിക്കുകയാണ്, മേടക്കൂറുകാർക്ക് ഏഴരശനി തുടങ്ങുകയും കൂടിയാണ്. അശ്വതിയും ഭരണിയും കാർത്തികക്കാലം എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഈ ശനിയുടെ പകർച്ച കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് ഏഴരശനി തുടങ്ങും, മകരക്കൂറുകാർക്ക് അവസാനിക്കുകയും ചെയ്യും. കുംഭക്കൂറുകാരുടെ ജന്മശനി മാറി 12ാമത്തെ ശനി ഏഴരശനിയുടെ അവസാനത്തെ സമയം 2ാമിടത്തിലേക്ക് ശനി മാറുമ്പോൾ അവസാന കാലത്തിലേക്ക് മാറുകയാണ്. 7.5 വർഷമുള്ള ഒരു ക്ഷേത്രത്തിൽ 2.5 വർഷം വിട്ട് മകരത്തിലും കുംഭത്തിലും മീനത്തിലുമാണ് ശനി സഞ്ചരിക്കുമ്പോഴാണ് 7.5 ശനി എന്ന് പറയുന്നത് കുംഭക്കൂറുകാർക്കടെ. ആ കുംഭക്കൂറുകാരുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ആ ശനിയുടെ അവസാന സമയമാണ്, ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുഫലമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന് ആദ്യം മനസ്സിലാക്കുക, ഗ്രഹനിലകളുടെ മാറ്റങ്ങൾ എത്രയൊക്കെ നന്നായി മാറിയാലും, ഗ്രഹനിലകൾ നമുക്ക് എത്ര പ്രതികൂലമായി മാറിയാലും, ഈ ഗ്രഹനിലയും നവഗ്രഹങ്ങളെയും നമ്മളെയും സംരക്ഷിക്കുന്നത് ദേവാദിദേവന്മാരായി നിൽക്കുന്ന ഈശ്വര സങ്കല്പങ്ങളാണ്. നല്ല സമയമാണ് എന്ന് വെച്ച് വെറുതെ ഇരുന്ന ഫലം കിട്ടത്തുമില്ല, മോശ സമയമാണെന്ന് വെച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യവുമില്ല.
നല്ല പ്രാർത്ഥനയും നാമജപാദികളും ഉണ്ടെങ്കിൽ ഏത് ഗ്രഹപ്പഴയിൽ നിന്നും നന്മയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ സത്യത. ആ നന്മയിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ആ പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോഴും ഈശ്വരഭജനത്തിലൂടെ നമുക്ക് ഏത് കഷ്ടതകളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ദൈവിക ഭജനം, ഈശ്വര ഭജനം കൂടുതലായിട്ട് ചെയ്യുക, നാമജപാദികൾ ചെയ്താൽ എല്ലാവർക്കും ആ ഗുണത്തിലേക്ക് വന്നിരിക്കും. അതുതന്നെയാണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത. നമസ്കാരം. ഗോവിന്ദൻ നമ്പൂതിരി.